പരിശുദ്ധ കർമ്മല മാതാവിന്റെ അഥവാ ഉത്തരീയ നാഥയുടെ തിരുനാൾ നമ്മൾ ജൂലൈ മാസം 16-ാം തീയതി ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മ കർമ്മലീത്ത സന്യാസ വൈദികനായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം നൽകിയത് ഈ ദിനമാണ്. 12-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച കർമ്മലീത്ത സഭ കുരിശുയുദ്ധകാലത്ത് യൂറോപ്പിൽ വ്യാപിച്ചു. എങ്കിലും വളരെയധികം പ്രതിസന്ധികളിൽ കൂടി ഈ സഭയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. 1251 ജൂലൈ മാസം 15-ാം തീയതി രാത്രി മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കർമ്മലീത്ത സഭയുടെ അന്നത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. പിറ്റേന്ന് 16-ാം തീയതി അതിരാവിലെ ഉണ്ണിയേശുവിനെയും വഹിച്ച് മാലാഖ വൃന്ദത്തോടൊപ്പം വന്ന പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പ്രിയ മകനെ, ഈ ഉത്തരീയം സ്വീകരിക്കുക. നിങ്ങൾക്കായും കർമ്മലനാഥയായി എന്നെ ആദരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞാൻ നേടിയിട്ടുള്ള സവിശേഷ ആനുകൂല്യത്തിന്റെ അടയാളമാണിത്. ഇത് ധരിക്കുന്നവർ മരണശേഷം നിത്യനരകാഗ്നിക്ക് വിധേയരാവുകയില്ല. അപകട സമയത്ത് ഇത് സംരക്ഷണ കവചമാണ്. ലോകാവസാനം വരെ സമാധാനത്തിന്റെയും പ്രത്യേക സംരക്ഷണത്തിന്റെയും മുദ്രയാണ്. കർമ്മല സഭാംഗങ്ങൾ ഉത്തരീയം ധരിച്ചു തുടങ്ങിയതോടെ അവരുടെ സഭയുടെ ബുദ്ധിമുട്ടുകൾ മാറി. സഭ ശക്തമായി വളരുവാൻ തുടങ്ങി. തിരുസഭയിലെ ധാരാളം വിശുദ്ധർ ഭക്തിപൂർവം ഉത്തരീയം ധരിച്ചിരുന്നു. 10-ാമത്തെ വയസ്സു മുതൽ ഉത്തരീയം ധരിച്ചു തുടങ്ങിയ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ശസ്ത്രക്രിയയുടെ സമയത്ത് പോലും അത് കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയില്ല. വിശുദ്ധ പീറ്റർ ക്ലാവർ 3 ലക്ഷം പേർക്ക് ഉത്തരീയം നൽകിയിട്ടുണ്ട്. അദ്ദേഹം മാമോദിസ മുക്കിയവരെ വിശ്വാസത്തിൽ ഉറപ്പോടെ നിലനിർത്തുന്നതിനുള്ള മാർഗമായാണ് അദ്ദേഹം ഇത് കണ്ടത്. സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം ലഭിച്ച 25 വർഷത്തിനകം മരിച്ച ഗ്രിഗറി 10-ാമൻ പാപ്പ ഉത്തരീയം ധരിച്ചാണ് മരിച്ച് അടയ്ക്കപ്പെട്ടത്. 600 വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്ന ഉത്തരീയവും അഴുകാതെ കാണപ്പെട്ടു. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ അടക്കിയപ്പോൾ ധരിപ്പിച്ച ഉത്തരീയവും അഴുകിയില്ല. വിശുദ്ധ ജോൺ ബോസ്കോയുടെ കുഴിമാടം തുറന്നപ്പോഴും അദ്ദേഹം ധരിച്ചിരുന്ന കർമ്മല ഉത്തരീയം അഴുകാത്ത നിലയിൽ കണ്ടെത്തി. ഭക്തിയോടെ സ്ഥിരമായി ഉത്തരീയം ധരിക്കുന്നവരോട് പരിശുദ്ധ അമ്മ പറയുന്നു, ഇത് ധരിക്കുന്നവർ എന്നെയും ഞാൻ അവരെയും സ്മരിക്കുകയും അതുവഴി നിത്യരക്ഷ പ്രാപിക്കുകയും ചെയ്യും.